BJP പ്രതിനിധിയോടാണ്. ഓക്കേ, പെട്ടെന്ന് ചോദിച്ചോ. നേരത്തെ ഞെളിയമ്പറമ്പുമായി ബന്ധപ്പെട്ട് ചേട്ടാ തമ്മിൽ തർക്കിണ്ടാക്കല്ലേ ഒരു പ്ലീസ്. വിമർശനം ഇവിടെ വരികയുണ്ടായി. എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധി കുറെ കാലമായി ആ പ്രദേശത്തോടെ ഒന്നും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. BPCL-ലുമായി ചേർന്നുകൊണ്ട് അവിടെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറയട്ടെ, അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഇടപെടൽ, അതിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റം ഒക്കെ ഞെളിയമ്പറമ്പിൽ ഉണ്ടായതിനെ കുറിച്ച് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും നല്ല ഇടപെടൽ നടത്തുന്ന നഗരമായി ഈ നഗരത്തെ മാറ്റി. പറയട്ടെ, ഒന്ന് പൂർത്തീകരിക്കട്ടെ, അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ ആളെ വിശ്വസിപ്പിച്ചിരുന്നു. വേറൊരാള് കോവിഡ് നിയന്ത്രണത്തിന് അവാർഡുമായിട്ട് പോയിരുന്നു. സാർ, പഴയ കാലമൊക്കെ മാറി, ഇത് ഇലക്ട്രോണിക്സ് യുഗമാണ്. വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടും. നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഒരു ചോദ്യം ഉത്തരം പറഞ്ഞു. നിങ്ങൾ എന്താണ് സാർ ഇവിടെ ഉള്ളത്? നേരത്തെ ചോദിച്ച 2 ചോദ്യം. STPയിലെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കോഴിക്കോട്ടുണ്ടോ? എല്ലാ കാലവും അടിച്ചെടുക്കാനുള്ള പദ്ധതിയായിട്ടല്ലേ നമ്മുടെ കനോലി കനാൽ നമിഷകം നിൽക്കുന്നത്? അതേ അടിച്ചെടുക്കൽ പദ്ധതിയല്ലേ? 200 കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് സാർ നിലനിൽക്കുന്നത് കേരളത്തിൽ. ഇന്ത്യയിൽ 1-ാം നമ്പർ വിജിലൻസ് അന്വേഷണമായിട്ട് കോർപ്പറേഷൻ ആയത് ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് പോലീസ് അല്ല. ശരി.